ഈ പാട്ട് ശോഭയ്ക്ക് ഓർമ്മയുണ്ടോ? അത് പോട്ടെ, എന്നെങ്കിലും ഓർമ്മയുണ്ടോ? എന്താ മിണ്ടാത്തത്? ഞാൻ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചോ? ഇല്ല. പിന്നെ എന്തിനു പ്രവൃത്തി ചെയ്തു? എന്തിനു വഞ്ചന കാണിച്ചു? ഇപ്പോൾ എനിക്കതിന് മറുപടിയില്ല. തെറ്റ് ചെയ്തവർക്ക് മറുപടി എങ്ങനെ കാണും? തെറ്റോ ശരിയൊന്ന് കാലം തെളിയിക്കും. ഇപ്പോൾ തന്നെ നീ തെളിയിച്ചു കഴിഞ്ഞു. പണത്തിനു വേണ്ടി നമ്മുടെ സ്നേഹം എത്ര നിസ്സാരമായി നീ വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇല്ല. പിന്നെ എന്തിനു വിവാഹം കഴിച്ചു? ഈ ബംഗ്ലാവിന് വേണ്ടി, ഈ ആഡംബരത്തിന് വേണ്ടി, നിന്റെ ഈ സുഖത്തിന് വേണ്ടി അല്ലേ? പറയൂ ശോഭേ, പറയൂ, എന്തിന്? ശോഭേ, നിന്റെ മുഖമൊന്ന് വാടിയാൽ, ഈ കണ്ണൊന്ന് നിറഞ്ഞാൽ എന്റെ മനസ്സ് താങ്ങുമായിരുന്നു ശോഭേ. ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. ഇതാണ് എന്റെ ഭർത്താവ്. നിന്റെ മുഖമൊന്ന് വാടിയാൽ, ഈ കണ്ണൊന്ന് നിറഞ്ഞാൽ എന്റെ മനസ്സ് താങ്ങുമായിരുന്നു ശോഭ. ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. ശോഭേ, ശോഭേ, എന്തിനാ കരയുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഈ കണ്ണുനീർ കാണാൻ എനിക്ക് ശക്തിയില്ല ശോഭേ. ലാബറട്ടറിയിൽ അരമണിക്കൂർ ലേറ്റായി പോയി. അവിടുന്ന് വാണമിട്ട മാതിരി ഓടി വന്നു. ഒരുത്തന്റെ മേലിടിച്ച് മറിഞ്ഞും വീണു. ഇതാ നോക്ക്. കള്ളത്തനമായിരുന്നു. ശോഭേ, ശോഭേ, രഘു ലൈറ്റ് ഇടൂ. എന്റെ ശ്വാസം നിന്ന് പോയല്ലോ. ചെറിയൊരു ജോക്ക്. നിങ്ങളുടെ ധൈര്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് രഘുവിനെ വേദനിപ്പിച്ച പോരെ? ലൈഫ് എന്ന് പറഞ്ഞാൽ കരച്ചിലും ചിരിയും കളിതമാശ എല്ലാം വേണം. ഡാഡി, ലൈഫ് ഈസ് എ മിക്സ്ചർ. എന്തൊരു നിലവിളിയായിരുന്നു. ഞാൻ അന്തം വിട്ടുപോയി. രഘു, ശോഭയെ പ്രസവിച്ചപ്പോ അവൾ സാധാരണ കുട്ടികളെ പോലെ കരഞ്ഞില്ല, പൊട്ടിച്ചിരിക്കായിരുന്നു. പിന്നെ അന്നേരം ചിരിച്ചതേ ആശുപത്രിയിലെ നേഴ്സായിരുന്നു, നിങ്ങളുടെ പഴയ കൂട്ടുകാരി. ഓർഡർ, ഓർഡർ. വ്യക്തിപരമായ പരാമർശങ്ങൾ ഇങ്ങനെയുള്ള കുടുംബ ചർച്ചകളിൽ കൊണ്ടുവരാൻ പാടില്ല. ഒരിക്കലും പാടില്ല. ഇങ്ങനെയുള്ള പ്രത്യേക ചുറ്റുപാടിൽ അച്ഛൻ നേഴ്സിനോട് മാത്രമല്ല ലേഡി ഡോക്ടറോടും ചേർന്ന് ചിരിക്കാൻ അവകാശമുണ്ട്. The court is adjourned. Now to the bar room. അയ്യോ മോളെ, വരവരെ ആയില്ല. മോളെ, നിന്റെ ഈ അളവ് ഗ്ലാസ് എന്താ ഓരോ ദിവസം ചെറുതായി വരുന്നത്? ഇത് ന്യായമല്ല. അളവ് കള്ളത്തിലും കാണിക്കുന്നത് ഭയങ്കര കുറ്റമാണ്. നീ പോയി പഠിക്കടാ. ഡാഡി, ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മൊത്തം 4 ഔൺസ്. 2 ഔൺസ് ഡാഡി കുടിച്ചു, ബാക്കി 2 ഔൺസ് ഇതിലൊഴിച്ചിരിക്കുന്നു. മോളെ, ഈ പറഞ്ഞ ഡോക്ടർ ഉണ്ടല്ലോ, ദിവസം ഒരു കുപ്പി അടിക്കുന്നേ അറിയോ? അച്ഛാ, എപ്പോഴാച്ചാ ഞാനും അച്ഛനെ പോലെ പാന്റും കോട്ടും ഇടുന്നത്? മോൻ വലുതാവുമ്പോ. എപ്പോഴാച്ചാ ഞാൻ കോർട്ടിൽ പോകുന്നത്? നീ പഠിച്ച് ഡിഗ്രി ഒക്കെ വാങ്ങിയതിനു ശേഷം. എപ്പോഴാച്ചാ ഞാൻ ഈ പെഗ് കുടിക്കുന്നത്? മോളെ,
ഒരു പെഗ് കൂടെ. നോ മോർ പെഗ്സ്. അച്ഛനൊരു വലിയ കേസ് ജയിച്ചല്ലേ മോളെ, അതിന്റെ സമ്മാനമായിട്ടെങ്കിൽ. തോറ്റാലും ജയിച്ചാലും നോ ചേഞ്ച് ഇൻ കോട്ട. എന്റെ പൊന്നുമോളല്ലേ. എന്റെ പൊന്ന് ഡാഡിയല്ലേ. കേസ് ജയിച്ചതിന് പ്രസന്റ് ആയെങ്കിലും ഒരവൺസോട് കൊടുക്കുമോളെ. ഞാൻ അച്ഛൻ ഉപ്പേരിയും കൊണ്ടുവന്നിട്ടുണ്ട്. ആരുടെ ശുപാർശയും ഞാൻ ഈ കാര്യത്തിൽ സ്വീകരിക്കില്ല. എന്നാൽ നാളത്തെ 2 പെഗിന്ന് ഒരു പെഗ് ഇന്നതാ. നാളെ കുറച്ച് വന്നാൽ മതി, ഒരു അഡ്ജസ്റ്റ്മെന്റ്. നോ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഡ്രീംസ്. കമാൻ കമാൻ, ചോറണ്ണ. മീനാക്ഷി, നിന്റെ ഇന്നത്തെ പരിപാടി പൊട്ടി. പതുക്കെ പറ. എന്താടാ? ആ നീറട്ടെ. അങ്ങനെ തന്നെ വേണം. പഠിക്കാൻ പറഞ്ഞിട്ട് നീ പഠിച്ചോടാ. ആ ഇരിക്കും. എടാ, പരീക്ഷയ്ക്കുള്ള പാഠമെല്ലാം പഠിക്കാൻ പറഞ്ഞിട്ട് പഠിച്ചോ? അത് പഠിച്ചോന്ന്. ബുദ്ധിയുള്ളത് പഠിക്കില്ലേ ചേച്ചി? പിന്നെ ഓടിച്ചു പിന്നെ. രഘു, രഘു, നാണമില്ലല്ലോ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ ഇടന്ന് ഉറങ്ങാൻ. കാപ്പി കുടിക്കാമോ? ഇതാ. ചോറ് കുടിക്ക. രഘു കുടിക്ക. എന്താണ് അവിടെ ശബ്ദം? അമ്മ, കാപ്പി കയ്യിൽ നിന്ന് വീണതാമേ. നീ എന്തിനാണ് കാപ്പി എഴുന്നള്ളിച്ചുകൊണ്ട് കൊടുക്കുന്നത്? ഇവിടെ വന്ന് കുടിച്ചുകൂടെ? സാരമില്ല, അങ്ങോട്ട് ചെല്ലേ പോ. പിന്നെ ഡാഡി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോളെ. മന്ത്രിസഭ പൊളിയുന്നു, ഭരണമുന്നണിയിൽ അങ്കലാപ്പ് എന്ന് വെച്ചാൽ കാലുമാറ്റത്തിന് വില കൂടുന്നു എന്നർത്ഥം. മന്ത്രിസഭ വന്നന്ന് മുതൽ ദാ പൊളിയുന്നു പൊളിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വന്ന് രാഷ്ട്രീയം ചാലക്കമ്പോളം പോലെയായി. വില കൊടുത്താൽ എന്തും വാങ്ങിക്കാം. ഒരൊറ്റ ദിവസം ഈ മന്ത്രിസഭ എന്നെ ഒന്ന് ഏൽപ്പിക്കാമോ? എല്ലാം ശരിപ്പെടുത്തി കൈ കൊടുക്കാം. അതല്ലേ മോളെ അവര് എന്നെ നിന്നെ ഏൽപ്പിക്കാത്തത്. വേണമെങ്കിൽ നിന്റെ അമ്മയെ ഏൽപ്പിക്കും. അമ്മയുള്ളത് കൊണ്ടാ ഈ നാട് ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. അപ്പൊ രാഷ്ട്രീയം പിന്നെ മതി ഡാഡി. വേഗം കാപ്പി കുടിച്ചിട്ട് കോർട്ടിൽ പോകാൻ നോക്കണം. ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാവും. ഇത് ചീര, കോസ്, പിന്നെ ഇത് ഡാഡിക്ക് പാവയ്ക്ക. ഈ പടവലെങ്കിൽ അമ്മയ്ക്ക് അലർജി അല്ലേ? വഴുതണങ്ങിയും വെണ്ടയ്ക്കൊക്കെ ഉണ്ടല്ലോ, അത് മതി. ഇങ്ങതാ, ഈ പെണ്ണ് വായിക്ക് രുചിയായിട്ട് ആരും ഒന്നും തിന്നാൻ വിടത്തില്ല. നിനപ്പൊരുത്തം വരുമ്പോഴേ നീ പഠിച്ചോളൂ. ആര് വന്നാലും ഞാൻ വരച്ച വരെ നിർത്തും. അതിന് ആണുങ്ങളെ കിട്ടത്തില്ല. പിന്നെ അമ്മയ്ക്ക് ഡാഡിയെ കിട്ടിയതോ? മീനാക്ഷി, മീനാക്ഷി, എന്താ ഡാഡി? എന്റെ കോട്ട് കാണുന്നില്ല മോളെ. ദാ ഈ കിടക്കുന്നത് പിന്നെന്താ? താങ്ക് യു. ഡാഡി, എനിക്കൊരു വലിയ സംശയം. ഇത്രയും മറവിയുള്ള ഡാഡി എങ്ങനെയാ ഈ കേസ് ബാധിച്ച് ജയിക്കുന്നത്? അങ്ങനെ ജയിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ നിലയിൽ കഴിയണോ മോളെ? ഒരു നല്ല ബംഗ്ലാവുണ്ടോ, ഒരു കാറുണ്ടോ, എന്തോ കുന്തമുണ്ട്? ഏതായാലും അവസാനം പറഞ്ഞതില്ല. ഉള്ളത് കൊണ്ട് സന്തോഷമായി കഴിയണം. അതുകൊണ്ടാണ് അമ്മേ
ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് വള്ളത്തോൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? ആ ഉത്തരവ്. വരാൻ പോണ്ടേ? സമയമായി. വരാൻ. നീ എന്താടി കഥകളി മുദ്ര കാണിക്കുന്നത്? കോളേജിൽ പോകുന്ന അങ്ങോട്ടാണോ? അതല്ലേ അമ്മ ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. നിങ്ങൾ കോർട്ടിൽ പോകുന്നോ അതോ മാർക്കറ്റിൽ പോകുന്നോ? നീ എന്താ മീനാക്ഷി അഡ്വക്കേറ്റ് വിശ്വനാഥനെ അങ്ങനെ അങ്ങ് വച്ചുകളഞ്ഞത്? ഈ കേസ് കെട്ടെടുത്തോ? ഓ, നിന്റെ മുഖം കണ്ടപ്പം വേണ്ടത് വേണ്ടാത്തല്ല ഞാനങ്ങ് മറന്നു. ഡാഡി ഒരു ജൂനിയറിനെ വെക്കണം. ഞാൻ ആ പാവം അഡ്വക്കേറ്റ് കമലമേരിക്ക് വെച്ചതല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞയച്ചത്. വല്ല ആണുങ്ങളെ അസിസ്റ്റന്റ് ആയിട്ട് വെച്ചാൽ എന്താ? ഒരു പെണ്ണായാൽ സിൻസിയറായി ജോലി കാര്യങ്ങളൊക്കെ ചിട്ടയായി നടക്കും അല്ലേ മോളെ? അതെ, ഡാഡിക്ക് ഒരു ഇൻസ്പിറേഷനും കിട്ടും, കക്ഷികൾ കൂടുതൽ വരികയും ചെയ്യും. കറക്റ്റ്, വെരി കറക്റ്റ്. മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ? 10-20 കൊല്ലമായിട്ട് ഞാൻ കാണുന്നല്ലേ വക്കീൽ സാറിന് ഇൻസ്പിറേഷൻ. തൽക്കാലം ഉള്ളത് മതി. സമയമായി, പോയാട്ടെ. വാ മോളെ, നമുക്ക് പോവാം. നേരത്തെ വന്നോ? കള്ളം പറഞ്ഞിട്ട് 1 അവർ നേരത്തെ ക്ലാസ്സിൽ പോകുന്നു. ഞാനും. എനിക്ക് തലവേദന, നേരത്തെ പോണോന്ന് വിലാസിനി ടീച്ചറോട് പറഞ്ഞതാ. എന്നിട്ട് പക്ഷേ എനിക്കൊരു അനാസം തന്ന് എന്നെ ക്ലാസ്സിൽ പിടിച്ചിരുത്തി. വിലാസിനി ടീച്ചർക്കും അനാസം കൊടുത്തിരിക്കും, അവരുടെയും സാറ്. വീട്ടിലായാൽ അമ്മയെ ഭയന്ന് മനസ്സ് തുറന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഒക്കൂ. അതുകൊണ്ടാണ് നമ്മളെ പോലുള്ള ലവേഴ്സിന് ദൈവം പോലും അറിയാതെ സംസാരിക്കാൻ ഇത്തരം സ്ഥലങ്ങൾ. കറക്റ്റ്, വെരി കറക്റ്റ്. ഞാൻ ആനന്ദം കൊണ്ട് എന്നെ തന്നെ മറക്കും. പക്ഷെ പെട്ടെന്ന് ഞാൻ ശോഭയുടെ അമ്മയെ ഓർക്കും. എന്നെങ്കിലും ഒരു ദിവസം അമ്മ എന്നെ പറഞ്ഞുവിടില്ല. Then fight and win. Come on. Love is blind. നമുക്ക് കണ്ണടച്ചുകൊണ്ട് സൈക്കിൾ ഓടിച്ചു പോവാം. ആനന്ദം ആനന്ദം ആനന്ദം. നേരെ സന്ധ്യയായി. ശോഭ ഇതുവരെ കോളേജിൽ നിന്ന് വന്നില്ല. ഈ മഴയും കാറ്റത്തും അവൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? മഴയത്ത് കാറ്റത്തും ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും അതവളും ചെയ്യും. അതെങ്ങനെ? നിങ്ങളുടെ മനസ്സ് വേറെ എങ്ങാണ്ട. എങ്കിലും ആ കമലമ്മയ്ക്ക് ഇത് വരണ്ടായിരുന്നു. ഓഹോ, അപ്പൊ അഡ്വക്കേറ്റ് കമലമ്മയുമായി ഏതോ കാര്യങ്ങൾ നടന്നിരിക്കും. പല കാര്യങ്ങളും നടന്നു. ഒരു ബലാത്സംഗം. നിങ്ങളോ? കമലമ്മ ബലാത്സംഗം ചെയ്തോ? ഓ എടി ഭാര്യയെ, ഒരു ബലാത്സംഗ കേസ്. ഞാൻ പ്രതിഭാഗം, കമലമ്മ വാദിഭാഗം. എന്നിട്ട് കമലമ്മ തോറ്റു. കേസ് വിധി പറഞ്ഞ ശേഷം കമലമ്മ എന്നെ ഒരു നോട്ട മീനാക്ഷി. പ്രേമാക്ഷായ സിനിമയിലെ ശ്രീദേവി കമൽഹാസനെ നോക്കുമ്പോൾ എന്റെ സപ്തനാടികളും തളർന്നു പോയില്ലേ? അയ്യോ, ഇടിയും മഴ. ശോഭ ഇതുവരെ എത്തിയില്ലല്ലോ. നീ പേടിക്കാതെ, രഘു കൂടെയില്ലേ? അവൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരുമോ? പിന്നെ വിവാഹപ്രായമായ പെണ്ണ, അവനെ നിർത്തേണ്ട നിലയ്ക്ക് നിർത്തണം. മീനാക്ഷി, അവർ കുഞ്ഞുനാളിലെ ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ, ആ സ്നേഹം മറക്കാനൊക്കോ? കൊള്ളാം. തന്തയും തള്ളയില്ലാത്ത ഒരു അനാഥ ചെറുക്കൻ എന്റെ മകളെ സ്നേഹിക്കൂ? ഞാനാണ് അവന്റെ തന്തയും തള്ളയും. ഞാനാ ശോഭയുടെ തള്ള. എന്റെ മോളെ അന്തസ്സുള്ള ഒരു പണക്കാരന് മാത്രമേ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കൂ. മനുഷ്യ, നീ എത്ര ജന്മങ്ങൾ കഴിഞ്ഞാൽ പട്ടിയുടെ നിലവാരത്തിലേക്കെങ്കിലും ഉയരും. ആരാ പട്ടി? ഒന്നുമില്ല, ഒരു മഹാൻ മനുഷ്യരെ പറ്റി പറഞ്ഞ ആപ്തവാക്യം ഓർത്തുപോയി, അത്രയേ ഉള്ളൂ. അയ്യോ, എന്താ മോളെ മഴ നനഞ്ഞു വന്നത്? ഇതെന്താ മോളെ, നീ എവിടെ പോയിരുന്നു? എന്താ താമസിച്ചത്? അത് ഞാൻ വരുന്ന വഴിക്ക് ഒരു കുട്ടി. നീ പോയി തല തോർത്തി ഈ വേഷമൊക്കെ മാറ്റി വേഗം പോ. ഇതാ ഡാഡി ലാസ്റ്റ് പെഗ്. ഓ, നീ ലാസ്റ്റ് പെഗ് എന്ന് പറയുമ്പോ കുടിച്ചതിന്റെ സുഖം കൂടി അങ്ങ് പോകുന്നു. പിന്നീട് അങ്ങ് നിർത്തിയേക്കണം.
മനുഷ്യനായാലും എന്തെങ്കിലും ഒരു ചീത്ത സ്വഭാവം വേണ്ടേ? രാഷ്ട്രീയം, മദ്യപാനം, ചൂതുകളി. എന്നാൽ എനിക്ക് രാഷ്ട്രീയത്തിൽ ചേർന്ന് കൂടായിരുന്നു. ഇപ്പൊ ഒരു മന്ത്രി ആയേനെ. പിന്നെ അമ്മ നാട്ടുകാരെ വിടുമോ? എല്ലാത്തിനും റേറ്റ് ഫിക്സ് ചെയ്യില്ലേ? 1 വർഷത്തിനകം 1 കോടി സമ്പാദിക്കും. ഇപ്പൊ പിന്നെ മാവേലി നാടുവാണിയുടെ കാലമല്ലേ? ദേ, പണ്ട് ഒരു കേസും ഇല്ലാതെ നിന്റെ അച്ഛന്റെ കൂടെ നടന്നിരുന്ന ഒരു തോമസ് ഇല്ലേ, ഒരു പാർട്ടി ഉണ്ടാക്കി. ഇന്ന് ലക്ഷപ്രഭുവാ. ഈ അന്യായം കണ്ട് സഹികെട്ടല്ലേ എന്നെ പോലുള്ളവർ കുടിച്ചു പോകുന്നത്. ഈ വ്യവസ്ഥിതി മാറാൻ വേണ്ടിയെങ്കിലും ഒരു പെഗ് കൂടി അടിക്കണം. വേണ്ട വേണ്ട, ഈ വേലത്തിലൊന്നും എന്നോട് വേണ്ട. കൈ നല്ല ചൂടായിരിക്കുന്നല്ലോ. അത് നല്ല തീ പോലെ കൊള്ളുന്നു. ഡോക്ടറെ കാണിക്കാം. സാരമില്ലമ്മേ, മഴ നനഞ്ഞതുകൊണ്ടാകും. ഉറങ്ങി എഴുന്നേൽക്കുമ്പോ എല്ലാം ശരിയാകും. അങ്കിൾ, ആന്റി, എന്തായാലും ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ടിരാം. ഈ അർദ്ധരാത്രി ഏത് ഡോക്ടർ വരാൻ? ഇല്ല അങ്കിൾ, ടെമ്പറേച്ചർ കൂടിയാൽ ആപത്താണ്. ഞാൻ ഇപ്പൊ ഡോക്ടറെ വിളിച്ചോണ്ടിരാം. കണ്ടോ മീനാക്ഷി, ഇതാണ് തന്തയും തള്ളയും ഇല്ലാത്ത അനാഥ ചെറുക്കിന്റെ സ്നേഹം. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നു. നമ്മൾ അച്ഛനും അമ്മയിരുന്ന് കൂർക്കം വിളിച്ചുറങ്ങിയപ്പോ അവൻ ഉണർന്നിരുന്ന് മോളെ നോക്കുകയായിരുന്നു. അമ്മേ, രഘുവിന് ആക്സിഡന്റ് പറ്റിയോ? അതെ മോളെ, ഇപ്പൊ ആശുപത്രിയില്ല. നീ എവിടെ പോകുന്നു? എനിക്ക് രഘുവിനെ കാണണം. ഭ്രാന്ത് പറയുന്നു. എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത നീയാണ് രഘുവിനെ കാണാൻ പോകുന്നത്. ഇവിടെ കിടക്ക്. എനിക്ക് രഘുവിനെ ഇപ്പൊ കാണണം. ശോഭേ, ശോഭേ, മോളുടെ അടി ഇന്ന് രഘുവിന്റെ അടുത്ത് കൊണ്ടുപോകും. ഒന്നും പേടിക്കാനില്ല. ഡോക്ടർ ഇപ്പൊ ഫോൺ ചെയ്തിരുന്നു. എനിക്ക് എന്റെ രഘുവിനെ കാണണം. ഞാൻ പോയി നോക്കാം. മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ. എനിക്ക് രഘുവിനെ കാണണം. അയ്യോ, ശോഭ ഇവിടെ കാണുന്നില്ലല്ലോ. രഘു, രഘു, ശോഭയ്ക്ക് സുഖമായോ? ഞാൻ ആരും അറിയാതെ രഘുവിനെ കാണാൻ വന്നതാണ്. രഘുവിൻ എങ്ങനെ ഇരിക്കുന്നു? ശോഭേ, ഈ പനിയും വെച്ചുകൊണ്ട് ഇങ്ങനെ വരാമോ? അച്ഛനും അമ്മയും അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഞാൻ കാരണമല്ലേ രഘു ഇങ്ങനെ ആസ്പത്രി കിടക്കേണ്ടി വന്നത്. ശോഭേ, സുഖമില്ലാതിരുന്ന നീ ഇങ്ങനെ ഓടി വരേണ്ട വല്ല കാര്യമുണ്ടോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ? നിന്റെ അച്ഛനും അമ്മയ്ക്കോ നഷ്ടം? സാരമില്ല മീനാക്ഷി, നമ്മുടെ കുട്ടികളല്ലേ. മോളെ, രഘുവിന് വേഗം ഭേദമാകും. വാ, വീട്ടിലേക്ക് പോ. എണീക്ക്. രഘു, ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം. രഘു, എന്താ ശോഭേ? മുറിവ് കരിഞ്ഞോ? ഇപ്പൊ വേദന കുറവുണ്ടോ? ശോഭയുടെ കൈ തൊട്ട ഉടനെ എന്റെ വേദന പറന്നുപോയി. എനിക്ക് പനിയെന്ന് കേട്ട ഉടനെ സൈക്കിൾ എടുത്തോണ്ട് പോയി ആക്സിഡന്റ് ഉണ്ടാക്കിയല്ലോ. നാളെ എനിക്ക് വേറെന്തെങ്കിലും സംഭവിച്ചാലോ? എന്ത് സംഭവിക്കാൻ? ഏതെങ്കിലും ചുറ്റുപാടിൽ ഞാൻ രഘുവിനെ വിട്ടുപിരിയേണ്ടി വന്നാൽ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്നാൽ അമ്മയും അച്ഛനും
എനിക്ക് വേറൊരു കല്യാണം തീരുമാനിക്കുന്നു. അപ്പോ സുഭദ്രയെ അർജുനൻ മോഷിച്ചുകൊണ്ട് പോയതുപോലെ ഞാൻ ശോഭയെ തട്ടിക്കൊണ്ടുപോകും. അത് പോട്ടെ, ഒരു പക്ഷേ ഞാൻ മരിച്ചുപോയല്ലോ. ശോഭേ, ആ നിമിഷം എന്റെ ജീവിതവും അവസാനിക്കും. ശോഭേ, ജീവിതത്തിൽ ഒരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. എന്താണ്? ഈ മടിയിൽ തലചാച്ചുകൊണ്ട്, ഈ ചിരിച്ച മുഖം കണ്ടുകൊണ്ട് എനിക്ക് ഈ ലോകത്തോട് യാത്ര പറയണം. രഘു, ഗുഡ് ലക്ക്. താങ്ക് യു സർ. രഘു, ഈ കോളേജിൽ നിന്ന് അമേരിക്കയിലേക്ക് ഉപരിപഠനത്തിനായി സെലക്ഷൻ കിട്ടിയ ആദ്യത്തെ സ്റ്റുഡന്റ് രഘുവാണ്. വി ആർ പ്രൗഡ് ഓഫ് യു. ഓൾ യുവർ ബ്ലെസ്സിംഗ് സർ. എന്തുകൊണ്ട് പോകുന്നില്ല? ഇങ്ങനൊരു ചാൻസ് വേറെ ആർക്കെങ്കിലും കിട്ടുമോ? സ്കോളർഷിപ്പ് ഉണ്ടെങ്കിലും അമേരിക്കയിൽ 3 വർഷം പഠിക്കാൻ വേറെയും ചിലവ് വരില്ലേ ശോഭേ? ഞാൻ അച്ഛനോട് പറയാം. വേണ്ട ശോഭേ. അപ്പോഴതല്ല സത്യം. 2-3 വർഷം എന്നെ കാണാതിരിക്കുന്ന വിഷമമാണ് അല്ലേ? എന്തുമാകട്ടെ, മനസ്സിന് ഇഷ്ടമല്ലാതെ എന്തിനു പോണം? പോകുന്നോ ഇല്ലയോ എന്നറിഞ്ഞാ മതി. ഈ സാഹചര്യത്തിൽ ഞാൻ പോകുന്നില്ല. പോകുന്നില്ലല്ലോ? ഇല്ല. രഘു, രഘു, ഇവിടെ വാ. നടക്ക്. രഘു, ഞാൻ നിനക്കാരാണ്? എന്റെ എല്ലാം, എന്റെ കാണപ്പെട്ട ദൈവം. എന്നോട് ചോദിക്കാതെ അമേരിക്കയിൽ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്ന നീ ആര്? നിവൃത്തിയില്ലാത്തവൻ അതൊക്കെ ആശിക്കാമെങ്കിൽ. ഡാഡി, ഇറ്റ്സ് എ ഗ്രേറ്റ് ഇൻസൾട്ട് ടു us. Who is നിവൃത്തിയില്ലാത്തവൻ? Who is നിവൃത്തിയില്ലാത്തവൻ? ഡാഡി, നമുക്ക് ഇപ്പൊ അതിനൊരു തീരുമാനം എടുക്കണം. ഡാഡി ജഡ്ജ്, അങ്ങോട്ട് ഇരിക്കൂ. Yes, I am judge. അങ്ങനെ വിട്ടാ കൊള്ളില്ലല്ലോ. അത് കൊള്ളാം. നിവൃത്തിയില്ലാത്ത ഈ പയ്യൻ പ്രതി. പ്രതിയുടെ പേരിലുള്ള കുറ്റം? ഒരു മഹാഭാഗ്യം വന്നിട്ടും പ്രതി അത് വലിച്ചെറിഞ്ഞ് തന്നെയും സ്നേഹിക്കുന്നവരെയും സമൂഹത്തെയും വഞ്ചിക്കുന്നു. മിസ്റ്റർ രഘുനാഥ്, this is an unpardonable crime. ഈ കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അങ്കിൾ, പിന്നെ I object, Your Honor. No uncle business here. Honorable court. Objection sustained. No bloody uncle business here. I am the judge. Proceed. മിസ്റ്റർ രഘു, നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നവരല്ലേ മിസ്റ്റർ വിശ്വനാഥ മേനോനും അദ്ദേഹത്തിന്റെ മകൾ ശോഭയും? അതെ. നിങ്ങൾക്കൊരാവശ്യം വന്നാൽ സഹായിക്കാൻ കടപ്പെട്ടവരല്ലേ അവർ? അതെ. അവർക്കിഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നത് നന്ദികേടല്ലേ? അതെ. യുവർ ഓണർ, പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്. ഒരു ചെറുപ്പക്കാരൻ ചില നിസ്സാര കാരണങ്ങൾ കാണിച്ച് തന്നെ ജീവന തുല്യ സ്നേഹിക്കുന്നവർക്ക് അഭിമാനവും ആനന്ദവും ഉണ്ടാക്കുന്ന ഒരു ഉയർന്ന വിദ്യാഭ്യാസം നിരസിക്കുന്നത് അന്യായമാണ്, അക്രമമാണ്, അനീതിയാണ്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. രണ്ടു കൂട്ടരുടെയും വാദം കേട്ട ശേഷം പ്രതി മനഃപൂർവ്വം കുറ്റം ചെയ്തതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതിനാൽ പ്രതിയെ അമേരിക്കയിലേക്ക് ശിക്ഷയായി 3 വർഷത്തേക്ക് നാട് കടത്തിയിരിക്കുന്നു. താങ്ക് യു, യുവർ ഓണർ. The court adjourned. രഘു, എന്ത് ത്യാഗം സഹിച്ചാലും നീ പഠിച്ചു മിടുക്കനാണെന്നുള്ളത് എന്റെയും എന്റെ മകളുടെയും ആഗ്രഹമാണ്. അങ്കിൾ, ആ, ഇപ്പോഴും കാക്കയൊന്നും പിടിക്കണ്ട. മരുമകനായി പെർമിറ്റ് കിട്ടിയതിന് ശേഷം മതി. ആം ഐ കറക്റ്റ് ഡാഡി? യു ആർ കറക്റ്റ് മൈ ബേബി. മോളെ, ഒരു പെഗ്ഗൂടെ. റിക്വസ്റ്റ് ഒബ്ജക്ഷനബിൾ. പെണ്ണിൻ്റെ ഒരു രക്ഷയില്ല. മീനാക്ഷി, നീ ഒരു വിശേഷം പറഞ്ഞോ? ഓ, നിങ്ങളുടെ കമലമ്മയുടെ വിശേഷമായിരിക്കും. നോക്ക്, എപ്പോഴും എന്നെയും കമലമ്മയും ചേർത്ത് കഥ പറഞ്ഞാൽ ഉള്ളിൽ അറം പറ്റും. എന്റെ മനസ്സ് വളരെ ലോലമാണ്. നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എന്ന കാര്യം പറഞ്ഞാട്ടെ. നമ്മുടെ രഘു നാട് വിട്ട് പോകാൻ പോകുന്നു. നന്നായിരിക്കട്ടെ. ഗണപതിക്ക് 101 തേങ്ങ അടിച്ചേക്കാം. നിനക്ക് അത്രയ്ക്ക് വെറുപ്പാണോ അവനോട്? അവൻ ഈ വീട്ടിൽ നിന്ന് പോയാലേ എന്റെ മോള് നന്നായി വരും. അവൻ എവിടേക്കാ പോകുന്നതെന്ന് അറിയാമോ? അമേരിക്കയിലേക്ക്. ആഫ്രിക്കയിൽ കൂടെ പോകാൻ പറഞ്ഞാട്ടെ. 3 വർഷം പഠിപ്പ് കഴിഞ്ഞാൽ അവൻ അമേരിക്കയിൽ തന്നെ ജോലി കിട്ടും. ശമ്പളം സ്റ്റാർട്ടിംഗ് മാസം $3000 എന്ന് വെച്ചാൽ 30,000 രൂപ. 30,000 രൂപയോ? രഘുവിനോ? അതെ. പിന്നെ ആ ജഡ്ജി ശങ്കരൻ നായരെ ഇന്നലെ വഴി വെച്ച് കണ്ടു. അദ്ദേഹത്തിന്റെ മകളെ രഘുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്നൊരാശ. നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ,
നിനക്ക് സമാധാനമാകുമല്ലോ എന്ന് കരുതി ഞാൻ സന്തോഷമാണെന്ന് പറഞ്ഞു. ഓ, നിങ്ങളെപ്പോലെ ഇങ്ങനെ കഥയില്ലാത്തൊരു മനുഷ്യൻ. നമ്മുടെ വീട്ടിലും ഇല്ലേ തങ്കക്കുടം പോലൊരു പെണ്ണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? രഘു പോകുന്നതിന് മുമ്പ് മോതിരം മാറ്റി നടത്തണമെന്നാണ് ജഡ്ജി അദ്ദേഹത്തിന്റെ അഭിപ്രായം. പിന്നെ അങ്ങനെ മോതിരം മാറാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ എന്റെ മോളെ രഘു തന്നെ കല്യാണം കഴിക്കും. ആ ജഡ്ജിയോട് പറഞ്ഞേക്കണം. പിതാവേ, എന്റെ മീനാക്ഷി ഒരു നിമിഷം കൊണ്ട് എങ്ങനെ മാറുന്നു എന്ന് അവൾ തന്നെ അറിയുന്നില്ലേ? അവൾക്ക് മാപ്പ് കൊടുക്കരുതേ. ഡാഡി, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. എന്റെ ബ്രഹ്മാസ്ത്രം അങ്ങനെ ഇരിക്കുന്നു. വണ്ടർഫുൾ. ഇനി ബാക്കി നാളെ കൂടി കാണാം. വാ. ഓക്കെ. മോനെ രഘു, എന്താ അമ്മായി? ഇതൊക്കെ എടുത്തു വെക്കാൻ ഞങ്ങളില്ലേ കുഞ്ഞേ? ഞാനെടുത്ത് വെച്ചോളാം. വേണ്ട കുഞ്ഞേ. ഇത്രയും കാലം ഞാൻ അമ്മായിക്ക് ഭാരമായിട്ട് ജീവിച്ചു. ഒരു ഭാരവും ഇല്ല. നീ ഇവിടെ വന്നതിന് ശേഷമാ ശോഭയുടെ അച്ഛന് 4 കേസ് കിട്ടി തുടങ്ങിയത്. കഴിഞ്ഞ ജന്മത്തിൽ നീ എന്റെ സ്വന്തം മോനായിരുന്നെന്നാ തോന്നുന്നത്. ഇല്ലെങ്കിൽ നീ ഇവിടെ വരുവോ? മോനെ, നീ എന്റെ കൂടെ വാ. നമുക്ക് കടയ്ക്ക് പോണം. നീ അമേരിക്ക പോവല്ലേ? ഒരു 5-6 നല്ല പാന്റ് കോട്ടും ഒക്കെ വാങ്ങണം. അമ്മായിക്ക് ആള് മാറിപ്പോയോ? എന്നോട് ഇതുവരെ ഒരു ദിവസം പോലും ഇത്ര സ്നേഹമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്റെ സ്നേഹം വെളിയിൽ കാണിക്കത്തില്ല, മനസ്സ് വെച്ചോണ്ടിരിക്കും. അതാ എന്റെ സ്വഭാവം. നീ ശോഭയും എന്റെ 2 കണ്ണുകളാ, അറിയാമോ? ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ ശിഷ്യ ഗുരു. ഓം ശാന്തി ശാന്തി. നിങ്ങളെന്തിനാ ചിരിക്കുന്നത്? അവൻ വേറെ ആരുമല്ല, എന്റെ മരുമോനാ. മരുമകൻ? ഓ, മരുമകൻ. റെഡി? യെസ്, റെഡി. ജസ്റ്റ് എ മിനിറ്റ്. ഇപ്പൊ എന്തിനാ ഈ ഫോട്ടോ? ഇനി 3 വർഷം കഴിഞ്ഞല്ലേ രഘുവിനെ എനിക്ക് കാണാൻ സാധിക്കൂ. ശോഭയുടെ ഫോട്ടോ ഞാൻ എപ്പോഴേ എടുത്തു കഴിഞ്ഞു. എന്നിട്ട് എവിടെ? എന്റെ മനസ്സിൽ ഒരിക്കലും ആയാത്ത ഫോട്ടോ. ഇത് വേറെ ഫോട്ടോ. ചിരിച്ചോണ്ട് നിൽക്കണം. ഇവിടെ തന്നെ നിൽക്കണം. റെഡി? ഇങ്ങനെയാണോ ഫോട്ടോയ്ക്ക് നിൽക്കുന്നത്? സോറി, ഇനി നേരെ നിൽക്കാം. റെഡി? സ്മൈൽ. എനിക്ക് ഫോട്ടോ വേണ്ട, ഒന്നും വേണ്ട. ഓ, വലിയ സ്റ്റൈല്. അമേരിക്ക പോകുന്നെന്നും പറഞ്ഞു വങ്കി കോരിന്ന്. ചുമ്മാ നേരം പോക്കല്ലേ. ഇനി എത്ര ദിവസം ഞാനിങ്ങനെ തമാശ കാണിക്കും? ഇനി നീ പറയുന്ന പോസിൽ ഞാൻ നിൽക്കാം. വേണ്ട, എനിക്കിപ്പോ മനസ്സിലാ. പ്ലീസ്, എന്റെ തങ്കമല്ലേ, എന്റെ കണ്ണല്ലേ. റെഡി? സ്റ്റഡി നിൽക്കണേ. അടുത്ത് നിൽക്ക്.